അവതരിപ്പിക്കുന്ന ടൂർമാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ട്രാവൽ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ചിലർ ചേർന്ന് രൂപീകരിച്ച ഒരു കമ്പനിയാണ് ടൂർമാക്സ്. ഇപ്പോൾ ടൂർമാക്സ് ധാരാളം ട്രാവൽ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാവുന്നത് ഹിമാലയൻ ഒഡിസി സീസൺ 1 ആണ്. ഹിമാലയം എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മലനിരകളാണ്, പർവ്വതങ്ങൾ, എവറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. ബൈജു എൻ നായർ ഇങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല, പക്ഷേ ഈ ഒരു ഫോട്ടോ കണ്ട അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ ബൈജു ചേട്ടൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പ്രൊമോഷൻ വർക്കൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. അതായത് വാഹനത്തിൻ്റെ ആണെങ്കിലും അതേമാതിരി ഓരോ ടൂർ പാക്കേജുകളാണെങ്കിലും അങ്ങനെ കുറേ വീഡിയോസുകൾ ഇട്ടല്ലോ. വാഹനത്തിൻ്റെ എന്ന് പറഞ്ഞാൽ ഒരുപാട് വാഹനങ്ങളുടെ പല വീഡിയോസുകളും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് ഈ സോഷ്യൽ മീഡിയയിൽ ബൈജു ചേട്ടൻ വരല്. അപ്പോൾ ബൈജു ചേട്ടൻ ഇപ്പോൾ ഈ ഇടയ്ക്കായിട്ട് ഇപ്പോൾ ഒരു വീഡിയോ ചെയ്തു, ഒരു പ്രൊമോഷൻ വർക്ക്, ഒരു ടൂർ പാക്കേജാണ്. അതായത് നമ്മളെ കൊച്ചി ബേസ് ചെയ്തിട്ടുള്ള ഒരു ടൂർമാക്സ് എന്ന് പറഞ്ഞ ഒരു കമ്പനിയുടെ ഒരു പ്രൊമോഷൻ വർക്കാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ പല വീഡിയോസുകളൊക്കെ ചെയ്യുന്നതാണല്ലോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തിരിക്കണു, ഈ ബൈജു ചേട്ടൻ അതേമാതിരി ഈ ഒരു കമ്പനിയുടെ ഒരു പ്രൊമോഷൻ വർക്ക് ചെയ്തിരിക്കണു. അപ്പോൾ എനിക്കിപ്പോൾ നിങ്ങളോട് പറയാനുള്ളത്, ഇതുപോലുള്ള ഒരു പ്രൊമോഷനും അതായത് നമ്മൾ ഇഷ്ടപ്പെടുന്നതായിരിക്കും, നമ്മൾ ഇതേമാതിരി ഇവരൊക്കെ ഫോളോ ചെയ്യുമ്പോൾ അവർ പറഞ്ഞത് ശരിയായിരിക്കും എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, നമ്മൾ ചിലപ്പോൾ അങ്ങനത്തെ ഇതിലൊക്കെ പോയിട്ട് നമ്മൾ ചാടും. അപ്പോൾ അവരെ വീഡിയോ അല്ല, അവർ പറഞ്ഞത് അവരോടുള്ളൊരു വിശ്വാസം കൊണ്ടൊക്കെ എന്ത് ചെയ്തു, ഇതുപോലുള്ള ടൂർ പാക്കേജുകളാണെങ്കിലും അതല്ലെങ്കിൽ പല ആപ്പുകളെ കുറിച്ചിട്ടൊക്കെ പല ആൾക്കാരും പരിചയപ്പെടുത്തും. ഓരോ ഗെയിമിൻ്റെ ആപ്പുകളായിട്ട് നമുക്ക് ഒരുപാട് പൈസ കിട്ടും എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ എന്ത് ചെയ്യണം, ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യും, ഒരുപാട് വീഡിയോസിൽ വന്നിട്ട് നമ്മളൊക്കെ പരിചയപ്പെടും. പക്ഷേ അതിലൊക്കെ നമ്മൾ പെട്ടുപോയാലാണ്, നമ്മളെ കയ്യിലുള്ള പൈസ പോവുകയാണ്. അങ്ങനെ പല വീഡിയോസും ബൈജു ചേട്ടൻ്റെ ഈ ഫേസ്ബുക്ക് പേജിലൂടെയൊക്കെ നമ്മൾ കാണലുണ്ട്. അപ്പോൾ അങ്ങനെ ഒട്ടനവധി ഒരുപാട് വീഡിയോസുകൾ ബൈജു ചേട്ടൻ ചെയ്യലുണ്ട്. അത് ചില വീഡിയോസൊക്കെ നമുക്ക് ഇഷ്ടമാണേനും. അപ്പോൾ നമുക്ക് ആ ബൈജു ചേട്ടൻ ചെയ്ത ആ കമ്പനിയുടെ ഒരു പ്രൊമോഷൻ, അതായത് ആ ടൂർ പാക്കേജിൻ്റെ ഒരു വീഡിയോസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അതിൻ്റെ കുറച്ച് ഭാഗങ്ങളൊന്ന് നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, സംസാരിക്കാം. അവതരിപ്പിക്കുന്ന ടൂർമാക്സ് ഡെസ്റ്റിനേഷൻ മാനേജ്മെൻറ്റ് കമ്പനിയാണ്. ട്രാവൽ രംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ചിലർ ചേർന്ന് രൂപീകരിച്ച ഒരു കമ്പനിയാണ് ടൂർമാക്സ്. ഇപ്പോൾ ടൂർമാക്സ് ധാരാളം ട്രാവൽ പാക്കേജുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായിട്ട് പറയാവുന്നത് ഹിമാലയൻ ഒഡിസി സീസൺ 1 ആണ്. ഹിമാലയം എന്ന് പറയുന്നത് നമുക്കറിയുന്ന പോലെ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട മലനിരകളാണ്, ലോകത്തിലെ തന്നെ ഏറ്റവും മനോഹരമായ മലനിരകളാണ്, പർവ്വതങ്ങൾ, എവറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം തന്നെയുണ്ട്. പക്ഷേ ഇത് പല രാജ്യങ്ങളായിട്ട് പരന്നു കിടക്കുന്നു. ഹിമാലയൻ ഒഡിസിയിൽ പ്രധാനമായിട്ടും 5 സ്ഥലങ്ങളാണ്. ആദ്യത്തേയും രണ്ടാമത്തേതും 2 വിദേശ രാജ്യങ്ങളെന്ന് പറയാം, നേപ്പാളും ഭൂട്ടാനും. മറ്റൊന്ന് ഇന്ത്യയിലാണെങ്കിൽ ലഡാക്ക്, കാശ്മീർ, അതുപോലെ സിക്കിം, ഇത്രയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഈ ഹിമാലയത്തിൻ്റെ ഏറ്റവും മനോഹരമായ പ്രകൃതി ഭംഗി ആസ്വദിക്കാൻ പറ്റുന്നൊരു യാത്രയാണിത്. അങ്ങേയറ്റം എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഗൈഡുകളാണ് നിങ്ങളോടൊപ്പം ഉള്ളത്. മറ്റൊരു കാര്യമുള്ളത്, നിങ്ങളിത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഫ്രീ യാത്ര അതോടൊപ്പം കിട്ടാനുള്ള സാധ്യതയുണ്ട്. ആ ഫ്രീ യാത്ര എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ അത് കുളു മനാലി യാത്രയാണ്. അതിൻ്റെ ലാൻഡ് കോസ്റ്റ് എല്ലാം കമ്പനി ബെയർ ചെയ്യും. അതായത് ചണ്ഡീഗഡിൽ നിങ്ങൾ എത്തിക്കഴിഞ്ഞാൽ 4 nights 5 days വരുന്ന പാക്കേജ് നിങ്ങൾക്ക് ഇതോടൊപ്പം ഫ്രീ ആയിട്ട് കിട്ടും. തിരിച്ച് ചണ്ഡീഗഡിൽ കൊണ്ടുവന്ന് വിടുന്നത് വരെയുള്ള എല്ലാ കാഴ്ചകളും കാണിച്ച് കൊണ്ടുവരുന്ന വരെയുള്ള അത്രയും പാക്കേജ് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ ജൂണിലും ജൂലൈയിലും ഒക്കെ ആയിട്ട് ഡിപ്പാച്ചേഴ്സ് ഉണ്ട് ഈ ഒരു ഹിമാലയൻ ഒഡിസിയുടെ. പക്ഷേ അതിനപ്പുറത്തേക്കുമുണ്ട്, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഒരു പരിപാടിയാണിത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമുള്ളത്, ഇത്തരം തണുത്ത സ്ഥലങ്ങളിൽ പോകുമ്പോൾ മലയാളികൾക്ക് ഇപ്പോൾ തണുത്ത ഡ്രസ്സൊന്നും കയ്യിൽ കരുതേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ ഉണ്ടാവുകയുമില്ല. പക്ഷേ ടൂർമാക്സ് നിങ്ങൾക്ക് തണുപ്പിന് പ്രതിരോധിക്കാനുള്ള വസ്ത്രങ്ങൾ, അതോടൊപ്പം തന്നെ ട്രാവൽ ട്രോളി ബാഗ്, അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം സൗജന്യമായിട്ട് തരും നിങ്ങളത് ബുക്ക് ചെയ്യുകയാണെങ്കിൽ. ഈ ഒരു മാസം ബുക്ക് ചെയ്യുകയാണെങ്കിലാണ് നിങ്ങൾക്ക് ഈ ഒരു കുളു മനാലി യാത്ര ഫ്രീ ആയിട്ട് കിട്ടുന്നത്. കൂടാതെ ഈ മാസം ബുക്ക് ചെയ്യുന്നവരിൽ നിന്ന് നറുക്കിട്ട ഒരാൾക്ക് ഒരു തായ്ലൻഡ് യാത്രയും സൗജന്യമായിട്ട് കമ്പനി നൽകുന്നുണ്ട്. അപ്പോൾ മനോഹരമായ ഹിമാലയം കാണാൻ വേണ്ടി നിങ്ങൾക്ക് ബുക്ക് ചെയ്യാവുന്നതാണ് ഹിമാലയൻ ഒഡിസി സീസൺ 1. അപ്പോൾ ഉടൻ തന്നെ ബുക്ക് ചെയ്യുക, ഇത്തരം ആനുകൂല്യങ്ങൾ നേടുകയും ചെയ്യാം. കണ്ടില്ലേ ബൈജു ചേട്ടൻ ചെയ്ത വീഡിയോ. അപ്പോൾ ഈ ഒരു വീഡിയോ 2-3 മാസങ്ങൾക്ക് മുമ്പ് ചെയ്തതാണ് ബൈജു ചേട്ടൻ. അപ്പോൾ ഈ വീഡിയോ വന്നതിന് ശേഷം ഇപ്പോൾ ബൈജു ചേട്ടന് ഒരു കുറ്റബോധമൊക്കെ തോന്നിക്കൊണ്ട്, കാരണം ആ ഒരു വീഡിയോ ചെയ്യേണ്ടിയിരുന്നില്ല, അതിൽ ചെയ്തത് അല്ലെങ്കിൽ പറഞ്ഞതൊക്കെ ഒരുപാട് തെറ്റായിരുന്നു എന്നൊക്കെ ബൈജു ചേട്ടന് തോന്നിക്കുന്നു. കാരണം എന്താ വെച്ചാൽ ബൈജു ചേട്ടൻ ചിലപ്പോൾ അന്വേഷിച്ചിട്ടുണ്ടാവും, അതല്ലെങ്കിൽ ബൈജു ചേട്ടൻ തന്നെ അതിലുള്ള ഒരു അനുഭവങ്ങൾ ഉണ്ടായിട്ടും അവർ പറഞ്ഞ കാര്യങ്ങൾ ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. അതില്ലെങ്കിൽ ആ ഒരു പാക്കേജിലൊക്കെ പറഞ്ഞ ഓഫറുകളോ കാര്യങ്ങളോ ഒന്നും ഇപ്പോൾ അതുപോലെ നിറവേറ്റിയിട്ടുണ്ടാവില്ല ആ കമ്പനി. കാരണം ചിലപ്പോൾ അങ്ങനെ ടൂറൊക്കെ പോയതിന് ശേഷം അവർ പറഞ്ഞ പോലെ ചിലപ്പോൾ റൂമോ കാര്യങ്ങളോ ഫുഡോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ അതിലൊന്നും എന്തെങ്കിലും എന്ത് ചെയ്യും, നടക്കാതെ വന്നിട്ടുണ്ടാവും. ബൈജു ചേട്ടന് ഇപ്പോൾ ഒരു വീഡിയോ ഇട്ടതിന് ശേഷം ഒരു കുറ്റബോധം തോന്നിയിട്ട് ഇപ്പോൾ ബൈജു ചേട്ടൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടു, ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട്, ക്ഷമാപണം എന്നൊക്കെ പറയില്ല, അതുപോലെ തന്നെ ഒരു ക്ഷമ ചോദിച്ചുകൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടുകൊണ്ടു. 2 ദിവസമായിട്ടുള്ളൂ ഈ പോസ്റ്റ് ഫേസ്ബുക്ക് പേജിൽ ഇപ്പോൾ പോസ്റ്റ് ചെയ്തിട്ട്. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: പ്രിയപ്പെട്ടവരെ, അടുത്ത കാലത്ത് കൊച്ചി ആസ്ഥാനമായുള്ള ടൂർമാക്സ് എന്ന പേരിലുള്ള ഒരു പുതിയ
ട്രാവൽ കമ്പനിയുടെ ഗ്രൂപ്പ് ടൂറുകൾ പ്രൊമോട്ട് ചെയ്യുന്ന ഒരു വീഡിയോ ഞാൻ പോസ്റ്റ് ചെയ്യുകയുണ്ടായി. ആ കമ്പനിയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കാതെയാണ് അങ്ങനെ ചെയ്യേണ്ടി വന്നത്. ടൂർ മാക്സിനൊപ്പം യാത്ര ചെയ്തവർക്കുണ്ടായ മോശം അനുഭവങ്ങൾ പിന്നീടാണ് ഞാൻ അറിഞ്ഞത്. ധാരാളം ദുരനുഭവങ്ങൾ എനിക്കുമുണ്ടായി. എന്നെ വിശ്വസിച്ച എല്ലാ മാന്യ പ്രേക്ഷകരോടും ക്ഷമ ചോദിക്കുന്നു. തുടർന്ന് ടൂർ മാക്സുമായി എനിക്ക് യാതൊരു ബന്ധവും ഉണ്ടായിരിക്കുന്നതല്ല എന്ന് അറിയിക്കട്ടെ. ഇനി മുതൽ എൻ്റെ വീഡിയോ കണ്ട് ടൂർ മാക്സ് വഴി ടൂർ ബുക്ക് ചെയ്ത യാത്ര ചെയ്യുന്നവർക്ക് ഉണ്ടാകാവുന്ന കഷ്ടനഷ്ടങ്ങൾക്ക് ഞാൻ ഉത്തരവാദിയായിരിക്കുന്നതല്ല. ചതിയിൽ അകപ്പെടാതിരിക്കാൻ ശ്രദ്ധിക്കണമെന്ന് അപേക്ഷിക്കുന്നു. ബൈജു എൻ നായർ. ഇങ്ങനെയാണ് ബൈജു ചേട്ടൻ ഇപ്പോൾ അതിൽ ക്ഷമ ചോദിച്ചും കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടിരിക്കുന്നത്. അപ്പോൾ ഇതിലിപ്പോൾ യാത്ര പോയവർക്കും ദുരനുഭവങ്ങൾ ഉണ്ടായിക്കണു. അതുപോലെ തന്നെ ഈ ബൈജു ചേട്ടനും എന്ത് ചെയ്യണു അതിൽ ദുരനുഭവങ്ങൾ ഉണ്ടായിക്കണു. പിന്നെ ഇപ്പോൾ അതിൽ പറഞ്ഞു, ബൈജു ചേട്ടൻ പറഞ്ഞു, ഇനി ആ വീഡിയോ കണ്ടിട്ട് ഇനി ഇതുപോലെ യാത്ര അതിൽ പോകുന്നുണ്ടെങ്കിൽ അതിലുണ്ടാണ് ബുദ്ധിമുട്ടൊന്നും അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊന്നും ഇപ്പോൾ യാതൊരു ബന്ധവും ഇല്ലയെന്നാണ് ബൈജു ചേട്ടൻ പറയുന്നത്. അപ്പോൾ പിന്നെ ഇനി ബൈജു ചേട്ടൻ ആ ഫേസ്ബുക്കിൽ ഉണ്ടായിരുന്ന ആ വീഡിയോസൊക്കെ ഒന്ന് ഡിലീറ്റ് ചെയ്താൽ പോരെ. അപ്പോൾ പിന്നെ മറ്റുള്ളവരത് കാണില്ലല്ലോ. പക്ഷെ എപ്പോഴും അത് ഫേസ്ബുക്കിലുണ്ട്, അതിൻ്റെ വീഡിയോ പ്രൊമോഷനൊക്കെ ഫേസ്ബുക്കിലുണ്ട്. അപ്പോൾ ഇപ്പോൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇതുപോലെ നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ വീഡിയോസുകൾ വരുമ്പോൾ പെട്ടെന്നൊന്നും വേഗം എടുത്ത് ചാടിട്ടോ ഇതുപോലെ ടൂർ പാക്കേജ് എന്നല്ല പറയണത്, ഈ ടൂറിൻ്റെ എന്നല്ല പല കാര്യങ്ങൾ, ഇപ്പോൾ വണ്ടിയുടെ ആണെങ്കിലും പിന്നെ അതേമാതിരി പല പല സംഭവങ്ങളും എന്ത് ചെയ്യുന്നു ഇവരിങ്ങനെ പ്രൊമോഷനായിട്ട് ഇതിൽ വരും, ഈ വീഡിയോസുകളിലൊക്കെ കൂടിയൊക്കെ വരും. അപ്പോൾ അതൊന്നും കണ്ടിട്ട് നമ്മളിപ്പോൾ അവരെ ഒരുപാട് ഇഷ്ടപ്പെട്ടവർ തന്നെ ആയിരിക്കും, പക്ഷെ അവർ പറയണതെല്ലാം ശരിയാണെന്ന് വിചാരിച്ചിട്ടൊന്നും നമ്മൾ എന്ത് ചെയ്യണം, ഇതുപോലത്തെ പ്രൊമോഷനൊന്നും കണ്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഇതുപോലത്തെ പരസ്യങ്ങളൊന്നും കണ്ടു കഴിഞ്ഞാൽ അതിലൊന്നും പോയിട്ട് അങ്ങനെ ചതിക്കുഴിയിലൊന്നും പെടരുത്. അതിൽ അങ്ങനെ നമുക്കേ നഷ്ടപ്പെടാനുണ്ടാവുള്ളൂ. അങ്ങനത്തെ വീഡിയോസൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മൾ വേഗം പോയിട്ട് എന്ത് ചെയ്യും, അതിലൊന്നില്ലെങ്കിൽ പൈസ ഇൻവെസ്റ്റ് ചെയ്യും, അതല്ലെങ്കിൽ നമ്മൾ പൈസ കുറച്ചൊക്കെ കൊടുത്തു പോകും, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമ്മളെ കയ്യിൽ നിന്ന് തന്നെ പൈസ പോവുള്ളൂ, വേറെ ആർക്കും നഷ്ടപ്പെടാനൊന്നുമില്ല. അപ്പോൾ ഇതൊക്കെ കണ്ടിട്ട് നേരെ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടൊക്കെ എന്ത് ചെയ്യാണ്, ഇങ്ങനത്തെ വീഡിയോസുകളൊക്കെ കണ്ടു കഴിഞ്ഞാൽ കഴിയുന്നത് ഒഴിവാക്കുക. അതല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം, ഒരുപാട് അന്വേഷിച്ചിട്ട് അത് ജെന്യുവിനാണോ എന്നൊക്കെ അറിഞ്ഞതിന് ശേഷം എന്ത് ചെയ്യണം, നമ്മൾ പൈസ ഒക്കെ കൊടുക്കുക. അതല്ലെങ്കിൽ നമ്മളെ സാധാരണക്കാരെ കയ്യിൽ നിന്നായിരിക്കും നമുക്ക് പൈസ നഷ്ടമാക്കുക.